വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്കിന്നൊരു ട്രാവൽ വീഡിയോ കേട്ടോ. നമ്മളിന്ന് താബോർ മലയിൽ പോവാം കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമ്മൾ രാവിലെ ഹെർസലിൽ നിന്നാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. നമുക്കിവിടുന്ന് 1.5 മണിക്കൂറുണ്ട് താബോർ മലയിലേക്ക് പോകാൻ വേണ്ടി. നമുക്ക് കാണുന്നതാണ് നമ്മുടെ താബോർ മല. നമുക്ക് അതിന് മുകളിൽ പോകണം. അവിടെ ചർച്ചുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. നല്ല സമ്മർ ടൈം ആയിരുന്നു കേട്ടോ. അപ്പം നല്ല ചൂടായിരുന്നു. അത് സാരമില്ല, നമ്മൾ മൗണ്ട് താബോർ ഇങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മളങ്ങനെ പോവാണ്. നമ്മൾ താബോർ മല അടുക്കാറായി. നമ്മൾ പള്ളിയിലെത്തി, നമ്മൾ മുകളിലെത്തി. ഇതാണ് നമ്മുടെ ചർച്ച്. താബോർ മലയിലുള്ള ചർച്ചാണ് കേട്ടോ. ഈ ചർച്ചിന് ചുറ്റും നിറയെ ചെടികളൊക്കെ കേട്ടോ. നല്ല വ്യൂ ആണ്. മണ്ടയ്ക്ക് നോക്കിയാൽ നമുക്ക് താഴെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ചുറ്റും ചെടികളൊക്കെ കേട്ടോ ചർച്ചിൽ. പിന്നെ വ്യൂ വന്ന് നോക്കി താഴോട്ട്, നല്ല രസമുണ്ട് കാണാൻ. താഴെ നസ്രത്ത്, തിബേരിയാസ് ആ ഏരിയയാണ് താഴെ മുഴുവൻ കാണുന്നത്. പിന്നെ കുറേ കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്. നിറയെ ഇവിടെ കൃഷികളാണ്. വാഴ അങ്ങനത്തെ കൃഷികളൊക്കെ ഒത്തിരി ഉണ്ട് താഴെയായിട്ട്. വേറെ ആൾക്കാരുണ്ടായിരുന്നു നമ്മളെപ്പോലെ തന്നെ. അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങുക കേട്ടോ. അവിടെ വേറെ ചർച്ചും കൂടിയുണ്ട്, അവിടെയും പോയായിരുന്നു. ചെറിയ പഴയ കാലത്തെ ഓരോരോ നിർമ്മിതികളൊക്കെ ഉണ്ട് അവിടെ. അതെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു, അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല. ഇത് വേറൊരു ചർച്ച കേട്ടോ. അതിൻ്റെ അവിടെ തന്നെ ഒരു ചർച്ച, വേറൊരു ചർച്ചാണ്. ഇത് 1911 സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞ് കിടപ്പുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനി വേറെ സ്ഥലത്തേക്ക് പോകാം കേട്ടോ. നമ്മൾ താബോർ മലയിൽ നിന്ന് ഇറങ്ങുവാണ്. ഇതാണ് ചർച്ച് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ എന്നറിയപ്പെടുന്നത്. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ രൂപാന്തരീകരണം സംഭവിച്ചെന്നറിയപ്പെടുന്ന ചർച്ചാണിത് കേട്ടോ. നല്ലൊരു ചർച്ചാണ്, നല്ലൊരു വ്യൂ ആണ് ഇവിടെ. നല്ലൊരു ഇതുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ, നല്ലൊരു പീസാണ് നിൽക്കുമ്പം. നമ്മളതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ കഫർനാമിലേക്കാണ് പോകുന്നത് കേട്ടോ. തിബേരിയാസിന് പോവുകയാണ്. ഇവിടുന്ന് ഒരു 1/2 മണിക്കൂർ ഉണ്ടായിരുന്നു നമുക്ക് കഫർനാമിന് പോകാൻ വേണ്ടി. അവിടെയും ചർച്ചുണ്ട്. ഇവിടെയൊക്കെ ഒത്തിരി ചർച്ചുകളുണ്ട്. നമ്മൾ ചർച്ചിലേക്കാണ് പോകുന്നത് അടുത്തത്. നമ്മുടെ ഗലീലിയ കടൽ ഈ കഫർനാമിൻ്റെ അടുത്താണുള്ളത്. അതിൻ്റെ തീരത്ത് തന്നെയാണ് കഫർനാമിലെ ചർച്ചുള്ളത്. ഇത് നമ്മളെ കാണുന്നത് ഗലീലിയ കടലാട്ടോ. ഗലീലിയ തടാകം എന്നറിയപ്പെടുന്നത്. കടലല്ല, തടാകമാണ്. പിന്നെ ഈ വെള്ളത്തിന് ഉപ്പൊന്നുമില്ല. ഇത് ചുറ്റി ഇത്ര റൗണ്ട് കാണുന്നത് മാത്രമായി കിന്നരത്തെന്നാണ് അറിയപ്പെടുന്നത്. ഇത് തടാകമാണ്, പക്ഷെ നല്ല തിരയുണ്ട് അതിനകത്ത്. നല്ല ക്ലിയർ വാട്ടർ കേട്ടോ. നല്ല ഭംഗി അവിടെ പോയി നിൽക്കാൻ വേണ്ടി. നല്ല തണുപ്പാണ് വെള്ളത്തിന്. ഞാൻ പണ്ട് ഇവിടെ പോയിട്ടുള്ളതാണ്. ഞാൻ ഇവിടെ വർക്ക് ചെയ്തപ്പോൾ ഇവിടെ പോയിട്ടുള്ളതാണ് ഈ തടാകത്തിലൊക്കെ. ഇപ്പം കുറച്ച് വർഷം കൂടിയാണ് ഒന്നുകൂടെ പോകുന്നത്. നമ്മുടെ കഫർനാം ചർച്ചിലെത്തി നമ്മൾ. ഇതാണ് ചർച്ച്. ഇതിനകത്തേക്കാണ് ചർച്ച് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു വാട്ടർഫോൾ ഉണ്ട്. നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. നല്ല സുഖമുണ്ടായിരുന്നു ഇവിടെ നിൽക്കാൻ വേണ്ടി. കാരണം നല്ല സമ്മറായിരുന്നു ആക്ച്വലി ഇപ്പോൾ. അപ്പോൾ നല്ല ചൂടത്ത് നല്ല തണുത്ത വെള്ളത്തിൽ നിൽക്കുമ്പോൾ നല്ലൊരു സുഖമുണ്ടായിരുന്നു. പിന്നെ വേറെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു.
ചുറ്റും നമ്മുടെ ഗലീലിയ തടാകമാണ് കാണുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല കല്ലുകളും ഒരു അരുവി പോലെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. താങ്ക് യു സോ മച്ച്. ബൈ.